എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, മെഡിക്കൽ, അതുപോലെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ, അതുപോലെ ഫാർമസി അതായത് ബിഫാം കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള കീം 2024 എക്സാമിനേഷനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾ അപേക്ഷ നൽകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ്, അതായത് അപേക്ഷ നൽകുന്നതിന് മുമ്പായിട്ട് തയ്യാറാക്കി വെക്കേണ്ട ഡോക്യുമെൻറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് അതായത് +2 സയൻസ് ഗ്രൂപ്പ് പഠിച്ചിട്ടുള്ള, അതായത് നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവ പഠിച്ചിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ബയോടെക്നോളജി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്, അതായത് ഈ ഒരു സ്കീമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ സയൻസ് ഗ്രൂപ്പ് പഠിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് MBBS, BDS ഇതുപോലുള്ള കോഴ്സുകളും, അതുപോലെ ഫാർമസി ഇതുപോലുള്ള കോഴ്സുകളും, എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ കോഴ്സുകളൊക്കെ നിങ്ങൾ പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെഡിക്കൽ ഫീൽഡ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് പരീക്ഷ നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുണ്ടായിരിക്കണം. ആർക്കിടെക്ചർ നോക്കുന്നുണ്ടെങ്കിൽ നാറ്റ എക്സാമിനേഷനും ക്വാളിഫൈ ചെയ്തിരിക്കണം. അപ്പോൾ അതിൻ്റെ പരീക്ഷകൾ, അതായത് നാറ്റ രജിസ്ട്രേഷൻ നിലവിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നീറ്റിൻ്റെ രജിസ്ട്രേഷൻ ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്കി എഞ്ചിനീയറിംഗ്, അതുപോലെ ഫാർമസി എന്നിവയുടെ പ്രവേശനം നിങ്ങളുടെ ഈ ഒരു എക്സാമിൽ ലഭിക്കുന്ന മാർക്കും അതുപോലെ +2ൻ്റെ മാർക്കും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഫാർമസിയുടേതാണെങ്കിൽ +2 മാർക്ക് പരിഗണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ ഇമെയിൽ ID, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ എന്നിവ നിങ്ങൾ നൽകുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം അത് ആക്റ്റീവായിട്ടുള്ള നമ്പേഴ്സും അതുപോലെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസും മാത്രമേ നൽകാവൂ. കാരണം ഒരു തവണ നൽകി സബ്മിറ്റ് ചെയ്താൽ പിന്നീട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നീട് ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ നിങ്ങൾ ഒരു മൊബൈൽ നമ്പർ നൽകി കഴിഞ്ഞാൽ പിന്നീട് അതിൽ കൂടുതൽ മൊബൈൽ നമ്പർ, അതായത് ഒന്നിൽ കൂടുതൽ മൊബൈൽ നമ്പർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾ നൽകുന്ന, അതായത് ഇവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്, നിങ്ങൾക്കുള്ള മെസ്സേജുകൾ, അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻഫർമേഷനുകൾ, അതായത് പരീക്ഷ സംബന്ധിച്ചുള്ള ഇൻഫർമേഷനുകൾ, അലോട്ട്മെൻറ്റ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്നിവ നിങ്ങളുടെ മൊബൈൽ നമ്പർ വഴിയാണ് SMS ആയിട്ടാണ് നിങ്ങൾക്ക് കീം വെബ്സൈറ്റ് അയക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നൽകുന്ന മൊബൈൽ നമ്പർ ആക്റ്റീവ് ആയിട്ടുള്ളതായിരിക്കണം. അതുപോലെ അലോട്ട്മെൻറ്റ് കഴിയുന്നതുവരെയെങ്കിലും അത് ആക്റ്റീവ് ആയിട്ടുണ്ടായിരിക്കണം. കാരണം അതിലാണ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്തൊക്കെ OTP ഒക്കെ വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ആ ഒരു മൊബൈൽ നമ്പർ നിങ്ങളുടെയോ നിങ്ങളുടെ രക്ഷിതാവിൻ്റെയോ അതുപോലെ ആക്റ്റീവ് ആയിട്ടുള്ളതുമായിട്ടുള്ള നമ്പർ മാത്രമേ നൽകാനായിട്ട് പാടുള്ളൂ. ആക്റ്റീവ് എന്നത് ഉദ്ദേശിക്കുന്നത് റീചാർജ് ചെയ്യണം. റീചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ അത് കട്ടായി പോകും. അപ്പോൾ അങ്ങനെ ആ ഒരു നമ്പർ പോയി കഴിഞ്ഞാൽ പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ, അതായത് പേര് നൽകുന്ന സമയത്ത് നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ പേര് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതേ രീതിയിൽ പേര് നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് തെറ്റിയിട്ട് പേര് നൽകരുത് എന്ന്. അപ്പോൾ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേണം. അത് നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾക്ക് ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ ഈ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അതുപോലെ മൊബൈൽ നമ്പർ ആണ്. മൊബൈൽ നമ്പർ നൽകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെയോ നിങ്ങളുടെ രക്ഷിതാവിൻ്റെയോ നേരത്തെ പറഞ്ഞതുപോലെ ആക്റ്റീവ് ആയിട്ടുള്ള നമ്പർ ആയിരിക്കണം നൽകിയിരിക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക്, അതായത് പാരൻസിൻ്റെ മൊബൈലിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറോ മാത്രമേ നൽകാൻ പാടുള്ളൂ എന്നുള്ളത് പ്രത്യേകം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ ID നൽകുന്ന സമയത്ത് മറ്റുള്ളവരുടെ ഇമെയിൽ ID നൽകരുത്. അത് നിങ്ങളുടെ നൽകാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഇമെയിൽ ID കറക്റ്റായിട്ട് നിങ്ങൾക്ക് മെസ്സേജൊക്കെ അയക്കാൻ പറ്റുന്നുണ്ടോ, അതായത് ഇമെയിൽ ഒക്കെ അയക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയ ശേഷം മാത്രം അത്, അല്ലെങ്കിൽ ആ ഒരു മെയിൽ IDയിലേക്ക് നിങ്ങൾ മറ്റൊരു മെയിലിൽ നിന്ന് മെയിൽ അയച്ച് അതിൽ മെസ്സേജ് റിസീവ് ആകുന്നുണ്ടോ എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ, അതായത് നിങ്ങൾക്ക് അതിൽ ഓരോ റിക്വസ്റ്റ്, അതുപോലെ തന്നെ പാസ്വേഡ്, അതുപോലുള്ള മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ വരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ID ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിലാണ് വരിക. ഇമ്പോർട്ടൻറ്റ് മെസ്സേജൊക്കെ അതിലാണ് വരിക. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പാസ്വേഡൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നുള്ളതൊക്കെ, അതായത് ആ ഒരു ഇമെയിൽ IDയുടെ പാസ്വേഡൊക്കെ
നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച ശേഷം മാത്രം ആ ഒരു ഇമെയിൽ ID നൽകുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പാസ്വേഡ് ഇതിന് നൽകേണ്ടതായിട്ട് വരും. അതായത് ആപ്ലിക്കേഷൻ നൽകുമ്പോൾ അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പാസ്വേഡ് നൽകേണ്ടി വരും. അപ്പോൾ ആ ഒരു പാസ്വേഡൊക്കെ കറക്റ്റായിട്ട് കേസ് സെൻസിറ്റീവായിട്ട് നൽകുക. അതായത് മറ്റൊരാൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത തരത്തിൽ നൽകുക. എന്നാൽ നിങ്ങൾക്ക് ആ ഒരു പാസ്വേഡ് ഓർമ്മയിലും ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തതായിട്ടുള്ളതാണ്, ഇങ്ങനെ ആപ്ലിക്കേഷൻ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ ഒരു പേപ്പറിൽ കറക്റ്റായിട്ട് എഴുതി വെക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് വേണ്ട ഡോക്യുമെൻറ്റുകൾ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വല്ല റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റാണ്. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡീറ്റെയിൽസ് നൽകുമ്പോഴൊക്കെ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ അതിൽ നിങ്ങൾ എഞ്ചിനീയറിംഗ്, അതുപോലെ ആർക്കിടെക്ചർ കോഴ്സ്, അതുപോലെ മെഡിക്കൽ അലൈഡ് കോഴ്സസ്, അതുപോലെ ഫാർമസി കോഴ്സസ്, ഇങ്ങനെ 4 ഓപ്ഷൻ ഉണ്ടാവുക. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യണം. ആദ്യം ഒന്ന് സെലക്ട് ചെയ്ത് പിന്നീട് കൺഫേം ചെയ്ത ശേഷം പിന്നീട് വീണ്ടും വന്ന് ഈ ഒരു രീതിയിൽ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു തവണ മാത്രമേ ഈ ഒരു എഡിറ്റ് ചെയ്യാൻ പറ്റൂ, എഡിറ്റല്ല ഈ ഒരു സെലക്ഷൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് കോഴ്സാണ് വേണ്ടത് എന്നുള്ളത് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ തീരുമാനിച്ച ശേഷം മാത്രം നൽകുക. കാരണം എഞ്ചിനീയറിംഗ് ആദ്യം നൽകി പിന്നീട് നിങ്ങൾ ഫാർമസി എല്ലാ അപേക്ഷ നൽകിയ ശേഷം ഫാർമസി നൽകണമെന്ന് പറഞ്ഞാൽ പിന്നീട് പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ വേണം ആ ഒരു എല്ലാ ഓപ്ഷനുകളും നിങ്ങൾ ആ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് തന്നെ നിങ്ങൾ നൽകേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു എക്സാം സെൻറ്റർ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എക്സാം സെൻറ്റർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ജില്ലയാണ് സെലക്ട് ചെയ്യേണ്ടത്. ആ ഒരു ജില്ലയിൽ ഏതെങ്കിലും സ്കൂളാണ് എക്സാം സെൻറ്റർ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ട ജില്ല സെലക്ട് ചെയ്യുക. അത് പിന്നീട് ചേഞ്ച് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് പ്രയോറിറ്റി ബേസിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് ഏത് ജില്ല ആദ്യം വേണം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ഇനി നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാദർ, മദർ അല്ലെങ്കിൽ ഗാർഡിയൻ്റെ നമ്പർ ആവശ്യമാണ്. ആ നമ്പറിലുള്ള ഡീറ്റെയിൽസ് ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തതായിട്ടുള്ളത് റിസർവേഷൻ ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് റിസർവേഷൻ ഡോക്യുമെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെ റിസർവേഷൻ ഉണ്ടോ ആ ഒരു റിസർവേഷൻ അലോട്ട്മെൻറ്റ് ടൈമിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ റിസർവേഷൻ ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതുണ്ട്. അപ്പോൾ ആ റിസർവേഷൻ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് SC, BC, OBC വിഭാഗക്കാർക്ക്, അതുപോലെ OEC വിഭാഗക്കാർക്കുള്ള ആ ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ്. ഇത് വില്ലേജ് ഓഫീസിൽ നിന്നാണ് തരിക. നോൺ ക്രിമിനൽ ലഭിക്കാനായിട്ട് ആദ്യം തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങൾ ആക്കേണ്ടതുണ്ട്. കാരണം വാർഷിക വരുമാനം ഒരു നിശ്ചിത പരിധിക്കുള്ളതാണ് ഈ ഒരു നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുക. അതുകൊണ്ട് തന്നെ എത്ര വാർഷിക വരുമാനം ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇൻകം സർട്ടിഫിക്കറ്റ് ആക്കേണ്ടി വരുന്നത്. അപ്പോൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നാണ് കിട്ടുക. അത് എഡ്യൂക്കേഷൻ പർപ്പസിനുള്ളതും സ്റ്റേറ്റ് പർപ്പസിനുള്ളതും ആയിരിക്കണം. നിങ്ങൾ നീറ്റിന് അപ്ലോഡ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച സർട്ടിഫിക്കറ്റ് അത് സെൻട്രൽ പർപ്പസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഈ ഒരു സർട്ടിഫിക്കറ്റ് തന്നെ ജോബ് പർപ്പസ് ഉണ്ട്, അതുപോലെ അതായത് സ്റ്റേറ്റ് പർപ്പസ് ഉണ്ട്, അതുപോലെ സെൻട്രൽ പർപ്പസ് ഉണ്ട്, ജോബ് പർപ്പസ് ഉണ്ട്, എഡ്യൂക്കേഷണൽ പർപ്പസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് പർപ്പസും അതുപോലെ എഡ്യൂക്കേഷണൽ, അതായത് വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള ആ ഒരു ഡോക്യുമെൻ്റ് ആയിരിക്കണം. ജോബ് പർപ്പസ് ഒക്കെ ആണെങ്കിൽ റിസർവേഷൻ ലഭിക്കാതെ വരുന്നതാണ്. അതുപോലെ SC, ST വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അത് നിങ്ങൾക്ക് തഹസിൽദാർ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങൾക്ക് അക്ഷയ വഴിയും ഈ ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് EWS സർട്ടിഫിക്കറ്റ് ആണ്. EWS സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നാണ് തരിക. അതിനായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ EWS സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ വില്ലേജ് ഓഫീസ് വഴി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക്, അതായത് OEC വിഭാഗക്കാർക്ക് ഈ ഒരു NCL സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റും അതുപോലെ നിങ്ങളുടെ ഒരു ഫോട്ടോ, അതുപോലെ തന്നെ സിഗ്നേച്ചർ എന്നിവയും ആവശ്യമാണ്. ഇത്രയുമാണ് നിങ്ങൾക്ക് അതായത് അപേക്ഷിക്കാനായിട്ട് വേണ്ടത്. ഒന്നാമത്തേത് നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ, സിഗ്നേച്ചർ. അടുത്തതായിട്ട് വേണ്ടത് നിങ്ങൾക്ക് വല്ല റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ ഡോക്യുമെൻ്റ്, നോൺ ക്രിമിനൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ഈ ഒരു അതായത് നിങ്ങളുടെ ആ ഒരു അതായത് EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ്, അതുപോലെ ആധാർ കാർഡ്. അതായത് ആധാർ കാർഡ് ചിലപ്പോൾ ഒതൻറ്റിക്കേഷൻ ചെയ്യേണ്ടതായിട്ട് ചിലപ്പോൾ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അതിലെ മൊബൈൽ നമ്പറൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റുകളാണ് നിങ്ങൾക്ക് അപേക്ഷ നൽകുന്നതിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു
10ാം ക്ലാസ് അല്ല, അതായത് +2 പരീക്ഷ നിങ്ങൾ എഴുതുന്നു അല്ലെങ്കിൽ ഇക്വലൻ്റായിട്ട് NIOSY +2 പരീക്ഷ പാസ്സാകുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു സ്കീമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ ഓൾറെഡി +2 പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു സ്കീമിന് ആവശ്യമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതായത് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഓപ്ഷൻ വരും. അതായത് +2 അല്ലെങ്കിൽ ഇക്വലൻ്റ് അല്ലെങ്കിൽ പാസ്ഡ് എക്സാം അല്ലെങ്കിൽ അപ്പിയർ ഇൻ ദ എക്സാം. അപ്പോൾ നിലവിൽ എക്സാം എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അപ്പിയർ ഇൻ ദ എക്സാം എന്നാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ +2 ഓർ ഇക്വലൻ്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ 10+3 ഡിപ്ലോമ വിത്ത് മാത്തമാറ്റിക്സ് ഉള്ളവരാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഏതാണെന്നുള്ളത് അനുസരിച്ച് കറക്റ്റായിട്ട് നൽകുകയും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു രജിസ്റ്റർ നമ്പറൊക്കെ ഇതിൽ നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു റിസൾട്ട് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി വെബ്സൈറ്റ് അത് ആ ഒരു റിസൾട്ട് എടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളൊട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതായത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള വിദ്യാർത്ഥികളിൽ നിങ്ങൾക്ക് അതായത് ഇൻ്റർകാസ്റ്റ് മാരേജ് ചെയ്തവരുടെ മക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതായത് SC/ST വിദ്യാർത്ഥികളിലുള്ള ഇൻ്റർകാസ്റ്റ് മാരേജ് ചെയ്തവരുടെ മക്കളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിലും റിസർവേഷൻ ലഭിക്കും. അത് നിങ്ങൾക്ക് അതിനാവശ്യമായുള്ള ഡോക്യുമെൻറ്റുകൾ ലഭിക്കുക തഹസിൽദാറിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ കീമിൻ്റെ വെബ്സൈറ്റുള്ള ce.kerala.gov.in എന്ന വെബ്സൈറ്റ് നിങ്ങൾ ഡെയിലി ചെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്ത് അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.